ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനി വരുന്ന കേരള PSC പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയായ ബ്രിക്സിനെ കുറിച്ചാണ്. അപ്പോൾ 2024-25 വർഷങ്ങളിൽ ബ്രിക്സിൽ അംഗത്വം എടുത്ത രാജ്യങ്ങളും അതുപോലെ തന്നെ 2026-ൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ബ്രിക്സ് സംഘടന. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വളരെ കൃത്യമായി തന്നെ കോഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം. ബ്രിക്സ് സംഘടന രൂപീകൃതമായ വർഷം ചോദിച്ചാൽ അത് 2006 ആണ്. 2006-ലാണ് ബ്രിക്സ് സംഘടന രൂപീകൃതമായത്. അപ്പൊ 2006-ൽ സംഘടന രൂപീകൃതമാകുമ്പോൾ ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ബ്രിക് എന്നായിരുന്നു. ആദ്യകാലത്ത് ബ്രിക് എന്നായിരുന്നു പേര്. അപ്പൊ 2006-ൽ സംഘടന രൂപീകൃതമാകുമ്പോൾ ബ്രിക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏതെല്ലാം രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ്? ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് 2006-ൽ ബ്രിക് എന്ന സംഘടന രൂപീകൃതമായത്. പിന്നീട് 2010-ൽ ഏത് രാജ്യം അംഗത്വം എടുത്തു? ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക സംഘടനയിൽ അംഗമായി. അതോട് കൂടിയിട്ട് എന്ത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി? ബ്രിക്സ് എന്നായി അല്ലെ. 2010-ൽ സൗത്ത് ആഫ്രിക്ക സംഘടനയിൽ അംഗമായതോട് കൂടിയിട്ട് ബ്രിക് എന്ന സംഘടന ബ്രിക്സ് എന്ന് പുനർനാമകരണം ചെയ്തു. ബ്രിക് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജിം ഒ നീലാണ് ബ്രിക് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. 2001-ല് ബ്രിക് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജിം ഒ നീലാണ്. ഇനി ആദ്യ ഉച്ചകോടി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? 2009-ൽ റഷ്യയിലെ യെക്കാറ്ററിൻബർഗിൽ വെച്ചിട്ടാണ്. ബ്രിക്സിന്റെ ആദ്യ ഉച്ചകോടി നടക്കുന്നത് 2009-ൽ റഷ്യയിലെ യെക്കാറ്ററിൻബർഗിൽ വെച്ചിട്ടാണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ബ്രിക്സ് രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 2006-ആണ്. രൂപീകരണ സമയത്ത് ബ്രിക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് രൂപീകൃതമായി. പിന്നീട് 2010-ൽ സംഘടനയിൽ ഏത് രാജ്യം അംഗത്വം എടുത്തു? സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക അംഗത്വം എടുത്തതോട് കൂടിയിട്ട് ബ്രിക്സ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇനി ആദ്യ ഉച്ചകോടി ചോദിച്ചാൽ 2009-ൽ റഷ്യയിലെ യെക്കാറ്ററിൻബർഗിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഇനി 2024-ൽ ബ്രിക്സിൽ അംഗമായ രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? 5 രാജ്യങ്ങളാണ് 2024-ൽ ബ്രിക്സിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാ? ഈജിപ്ത്, ഇറാൻ, UAE, എത്യോപ്യ, സൗദി അറേബ്യ. 2024-ൽ ബ്രിക്സിൽ അംഗത്വം എടുത്തിട്ടുള്ള രാജ്യങ്ങൾ ചോദിച്ചാൽ ഈജിപ്ത്, ഇറാൻ, UAE, എത്യോപ്യ, സൗദി അറേബ്യയാണ്. 2025-ൽ അംഗമായ രാജ്യം ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. അപ്പോ 2025-ലാണ് ബ്രിക്സിൽ ഇന്തോനേഷ്യ അംഗത്വം എടുത്തിട്ടുള്ളത്. അപ്പൊ കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2024-ൽ അംഗത്വം എടുത്തിട്ടുള്ളത് ഈജിപ്ത്, ഇറാൻ, UAE, എത്യോപ്യ, സൗദി അറേബ്യയാണ്. ഇന്തോനേഷ്യ ബ്രിക്സിൽ അംഗമാകുന്നത് 2025-ലാണ്. ഇനി ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ, പുതുതായി വന്നിട്ടുള്ള അംഗരാജ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറയാം. അപ്പോ ബ്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ബ്രിക്സ് അല്ലെ, ചുടുകട്ട എന്നർത്ഥം വരുന്നില്ലേ? ബ്രിക്സ്, BRICS, ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ചുടുകട്ട എന്നാണ്. ചുടുകട്ട ആ രീതിയിൽ എടുക്കാം കേട്ടോ. ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ചുടുകട്ട എന്നുള്ള ബ്രിക്സ് എടുക്കാം. അപ്പോ ഈ ബ്രിക്സിന് എത്ര സൗന്ദര്യം എന്നോർക്കാം? എത്ര സൗന്ദര്യം? ഈ ബ്രിക്സിന് എത്ര സൗന്ദര്യം? അപ്പോ ഈ എന്നതിൽ നിന്ന് നമ്മൾ ഈജിപ്ത് കണക്ട് ചെയ്തു, ഇറാൻ കണക്ട് ചെയ്തു, UAE അല്ലെ, UAE, അതുപോലെ ഇന്തോനേഷ്യ. ഈ എന്ന അക്ഷരം വെച്ച് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങൾ കണക്ട് ചെയ്തു പോയി? ഈജിപ്ത് ഉണ്ട്, ഇറാൻ ഉണ്ട്, UAE, ഇന്തോനേഷ്യ. ഈ ബ്രിക്സിന് എത്ര എന്നതിൽ നിന്ന് എത്യോപ്യ കണക്ട് ചെയ്യാലോ. എത്ര എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എത്യോപ്യ കണക്ട് ചെയ്തു പോവാം. സൗന്ദര്യം എന്നതിൽ നിന്ന് സൗദി കണക്ട് ചെയ്യാലോ. സൗദി അറേബ്യ എന്നും കണക്ട് ചെയ്ത് പോവാം. അപ്പോ ഈ ബ്രിക്സിന് എത്ര സൗന്ദര്യം എന്നോർത്താൽ 2024, 2025
കാലഘട്ടത്തിൽ ബ്രിക്സിൽ അംഗത്വം നേടിയിട്ടുള്ള രാജ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാം. ഇനി നോക്കാം ഉച്ചകോടികൾ. അപ്പോ 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് റഷ്യയാണ്. റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത്. 2025 17ാമത് ഉച്ചകോടി എവിടെ വെച്ചിട്ടായിരുന്നു? ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോ ഇന്ത്യ ഇതുവരെ 4 തവണയാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്. ഏതെല്ലാം വർഷം? 2012, 2016, 2021, 2026. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. 18ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് 2026 നടക്കുന്നത്. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറയാം. നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ട് ബ്രിക്സ് എന്നല്ലേ, ചുടുകട്ട എന്ന്. അപ്പൊ നമ്മൾ വീട് വെക്കാൻ വേണ്ടി പോവാണ്. വീട് ബ്രിക്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കാം. അപ്പോ ബ്രിക്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ RBIയിൽ നിന്നും കാശെടുത്തു എന്നോർക്കാം. RBI നമ്മൾ ബ്രിക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? RBIയിൽ നിന്നും കാശെടുത്തു. അപ്പോ R എന്ന് പറയുമ്പോൾ നമുക്ക് റഷ്യ കണക്ട് ചെയ്യാം. റഷ്യ. അപ്പോ 6 അല്ലെ, അതിൽ നിന്ന് 16. 16ാമത് ഉച്ചകോടിയാണ് റഷ്യയിൽ വെച്ച് നടന്നിട്ടുള്ളത് എന്നും നമുക്ക് അവിടെ കണക്ട് ചെയ്യാലോ. ഇനി B എന്ന് പറയുമ്പോൾ ബ്രസീൽ കണക്ട് ചെയ്യാലോ. 2025 17ാമത് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുള്ളത് ബ്രസീലാണ്. ഇനി I എന്ന് പറയുമ്പോൾ ഇന്ത്യ. 18ാമത് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുള്ള രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. അപ്പൊ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. Thank you.